ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സ്നോപ്പടങ്ങ് പോണ റൂട്ടിനാണുള്ളത്. ഇന്നലെ വന്ന വഴിക്ക് നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ ഒരു സ്പേസ് കിട്ടി കേട്ടോ. അത് ഇവിടെയാണ്, ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ കയറി പോകണ വഴിക്ക് എവിടെയും ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞ് ഇനി നീ മുന്നോട്ട് പോകണ്ട, കാരണം അവിടെ എല്ലായിടത്തും പണി കിട്ടുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ബംഗ്ലാദേശികൾ ഇങ്ങാടേക്ക് കിടക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഇവർ പറഞ്ഞു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ അവർ പറഞ്ഞ് നമ്മൾ ടെൻ്റ് അടിച്ച് ഇന്നലെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി. അവർ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാലും എനിക്ക് മീൻ പൊരിച്ചത്, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തോ അറിയാം, കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇന്നലത്തെ കറി ബാക്കി ഉണ്ടാകും, ഞങ്ങൾ കറി ചൂടാക്കി. ഇനിയിപ്പോൾ ഞാൻ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറുണ്ടാക്കി കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഏകദേശം സ്നോപ്പടാങ്ങിലേക്ക് 8 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തള്ളിക്കൊണ്ട് തന്നെ പോകണം. സൈക്കിൾ ഞാൻ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളും കൊണ്ടുവന്നു കേട്ടോ. ഓ താങ്ക് യു. ഓക്കെ നമുക്ക് ദീദി ലക്ഷ്മി അച്ഛാ ഓക്കെ. അപ്പം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. नहीं तो चाय करेगा, बाकी ये चावल खाएगा. अच्छा ओके താങ്ക് യു. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചേ ആർക്കും ഒരു താല്പര്യമില്ലെന്ന് തോന്നുന്നത്. അങ്ങനെ ആൾക്കാർ വന്നില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര സ്നേഹം ഉണ്ടാവും, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇത് ജയന്തി ഹിൽസ് ആണ്. അതായത് നമ്മൾ ഇത്ര നാൾ നിന്ന് കാശി ഹിൽസ് ആണെങ്കിലും ഇത് ജയന്തി ഹിൽസ് ആട്ടോ. ജയന്തി ഹിൽസിലെ ആൾക്കാർ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ സെറ്റാണ്ട് എന്തായാലും നമുക്ക് ചായ കുടിക്കാം. നമ്മളങ്ങനെ സൈക്കിള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ അതേ സൈക്കിളിൽ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, പയ്യനുണ്ട്. ഹായ്, आपका नाम क्या है? സിൽവർ സ്റ്റാർ. ഓ അച്ഛാ നാമേ. അപ്പോൾ അടിപൊളി പേരാണ്ടാ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇന്നലെയാണ് പുള്ളീനെ കണ്ടത്. അപ്പോൾ സീ യു. ഓക്കെ താങ്ക് യു. അപ്പോൾ ആളാണ്ട് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ എത്തിച്ചു തന്നത്. പിന്നെ ഹായ് ഓക്കെ താങ്ക് യു. അപ്പോൾ അവിടെ ഉണ്ട്, അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അധികം എടുക്കാനാ. അപ്പോൾ എന്തായാലും സൈക്കിൾ കാര്യങ്ങൾ സെറ്റാക്കി ഇനി നമ്മൾ ഇവിടുന്ന് പയ്യെ യാത്ര ചെയ്തിരിക്കണേ കേട്ടോ. ഓ വീഡിയോ में नहीं आएगा. अच्छा अच्छा ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ അവനോട് യാത്രയൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അവർ. പിന്നെ അതേ ഇപ്പോൾ അന്വേഷിക്കും ഇവിടെ ഇഷ്ടംമാതിരി ലോഡ് വണ്ടികൾ കാണാനല്ലേ. ഇതൊക്കെ ഫുള്ള് കല്ലുകളാണ് കേട്ടോ. ഇത് നേരെ പോണത് ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള ലോഡുകളാണ്. ശരിക്കും ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കണ കേട്ടാ. ഇന്നലെ ഇവിടെ ഇന്ത്യയിൽ മുടക്കാണ്. പിന്നെ വെള്ളിയാഴ്ചയൊന്നും പോയില്ല. വെള്ളിയാഴ്ച ബംഗ്ലാദേശിൽ മുടക്കാണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുസ്ലിം കൺട്രി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി കാര്യങ്ങളും പോകാണ്ട് ഇങ്ങനെ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടികളൊക്കെ പോവാട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്, ഇഷ്ടംമാതിരി വണ്ടികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാട്ടാ. അവർ ഇന്നലെ തൊട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് വേണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞില്ല ഉണ്ടായിക്കോളാന്ന് പറഞ്ഞ് അവർ കുറേ സാധനങ്ങൾ തന്നു കേട്ടോ. ഇന്ന് എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ പോകാൻ നേരത്ത് തന്നു കേട്ടോ പാവം. പിന്നെ അരി തന്നു കേട്ടോ. അരി ഇനി എൻ്റെ തീർന്ന് ഇനി പോകണമെങ്കിൽ കിട്ടുവാന്ന് എനിക്കറിയില്ല. അപ്പോൾ നോക്കണം. കിതച്ചിട്ടാണ് കേട്ടോ കയറ്റം കയറി തന്നെയാണ് ഇങ്ങനെ അല്ലേ. കയറ്റമാണ് ഇനി അങ്ങടെ കയറ്റമാണ്. നേരെ നമ്മൾ പോകുന്നത് സ്നോപ്പടാങ്ങിലേക്കാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു കോറിയാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തോ തന്നെ കേട്ടോ. നോക്കാം എന്തായാലും നമുക്ക്. എന്തോ പണിയണേന്ന് തോന്നുന്നു, ബിൽഡിങ് കാര്യങ്ങളൊക്കെ അല്ല. പോണേക്ക് ഇഷ്ടംമാതിരി വണ്ടികൾ കാര്യങ്ങൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അങ്ങനെ വീണ്ടും 2 മലയാളികളെ കണ്ടു. കാരണം ഇവരായിട്ട് നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ്, എങ്ങനെ പേരൊന്ന് പരിചയപ്പെടുത്തിയേക്ക്? സലാഹുദ്ദീൻ. എങ്ങനെ സ്ഥലം എവിടെയിട്ടാണ്? അടിപൊളി. നിങ്ങൾ എവിടെ സ്ഥലം? കാസർഗോഡ്. 2 കാസർഗോഡുകാരാണ്. ഇവര് ഹിച്ചേക്ക് ചെയ്താണ്ട്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഗുവാഹട്ടി വന്ന് അവിടുന്ന് ഫുള്ള് ഹിച്ചേക്ക്. ഓ ഇനി മേഘാലയ ഇറങ്ങിയിട്ട് അടുത്ത എങ്ങാടേക്കാ? ബേസ് ക്യാമ്പ്. ഓ അന്നപൂർണ്ണയിലേക്കാണ് ഇവർ പോണത്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചാനൽ വന്നേക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വണ്ടിയുടെ സൗണ്ടുള്ള വണ്ടിയാണ്, ഭയങ്കര ക്ലിയർ അല്ല കേട്ടോ. നമ്മളെ വീണ്ടും 2 മലയാളികളെ കണ്ടിട്ടാ. ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ്, എങ്ങനെ ബ്രോ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷെഹസാദ്. എവിടെയാണ് സ്ഥലം? എങ്ങനെ? തൃശ്ശൂർ. ബ്രോ? അഫ്ഷാൻ. തൃശ്ശൂർ.
തൃശ്ശൂർ. കാരണം ഇവരെ രണ്ടുപേരും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയാളാ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടേട്ടാ പോണേക്ക്. അപ്പോൾ എല്ലാവരോടും നമ്മൾ സംസാരിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ മലയാളികളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. അവരിവിടെ പിള്ളേരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ വെച്ചിട്ട് അടിയിലേക്ക് പോകാമെന്ന് വെച്ച്. അപ്പോൾ ബ്രോ കണ്ടതിന് എന്തായാലും സന്തോഷോടാ. നമ്മളപ്പോൾ സൈക്കിള് സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഇവരുണ്ടാ. അപ്പോൾ ഇവരെ നമ്മളെ ഹെൽപ്പ് ചെയ്താ. അപ്പോൾ ഭയ്യ हाय, आपका नाम क्या है? आए आपका दुकान है? अच्छा, इधर पार्किंग करने के लिए कोई प्रॉब्लम नहीं? अच्छा नहीं, मैं कल आएगा सुबह. अच्छा എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇപ്പോൾ താഴത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ടെൻറ്റ് അടിച്ചേട്ടാ. ഇത് നമ്മുടെ ടെൻറ്റ്, ഇത് ഇവരുടെ ടെൻറ്റ്. ഞങ്ങളപ്പോൾ ഒരു ചെറിയൊരു കുളിയും കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഇന്നലെ നിങ്ങൾ ഇവിടെ ഇറങ്ങിയല്ലേ കുളിക്കാൻ വേണ്ടി? ഇന്നപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പം ഇവിടെ ഇഷ്ടംമാതിരി ടെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ടെൻറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും തിരിച്ചു വരുമ്പോൾ. എന്താ ഇവിടെ ഇഷ്ടംമാതിരി. ഹായ്, ഹലോ. അപ്പോൾ ഇഷ്ടംമാതിരി ടെൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാമ്പിങ് സൈറ്റാണ്. കാരണം ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അത് ഇവർ ചോദിക്കും. കാരണം ഇത് ഓൾറെഡി ഒരാളുടെ പ്രോപ്പർട്ടി അല്ല, പക്ഷേ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ 100-200 രൂപ, 300, ചിലപ്പോൾ 500 ഒക്കെ ചോദിക്കും. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ടെൻറ്റിന് 1000 രൂപ വെച്ച് വരും തോന്നുന്നുണ്ടോ. ഇവിടെയൊക്കെ വെള്ളം കാര്യങ്ങൾ കുറവ്, പക്ഷേ അടി നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അതാണ് ഈ ദൗക്കി റിവറിൻ്റെ പ്രത്യേകത. അതുപോലെ മേളിലൊരു ബ്രിഡ്ജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ നടക്കാം കേട്ടോ. സൈക്കിളാണെങ്കിൽ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് വെച്ച് ലോക്ക് ചെയ്ത് ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. ഇനി അടിയിലേക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ സൈക്കിൾ നമുക്ക് അടിയിലേക്ക് ഇറക്കാം കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് 4-5 പേർ 3 പേർക്ക് ഇറക്കാൻ പറ്റുമെന്ന് അടിപൊളിയായിട്ട് ടെൻറ്റ്. ബ്രോ എനിക്ക് തോന്നുന്നത് ഇത് 3 പേരുടെ ടെൻറ്റാണ് ഇത്. 4 പേരൊക്കെ വരുന്നു വരെ. ഇതൊക്കെ എല്ലാം ഡെക്കാത്ലോണ്ടാണ്. എല്ലാം ഡെക്കാത്ലോൺകാർക്ക് നല്ല കച്ചവടം ഉണ്ടായിട്ടുണ്ടാവല്ലേ. പിന്നെ മറ്റേ കയാക്കിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതല്ലല്ലേ, ഇത് പുതിയ പാലം വന്നതല്ലേ? ഓ ശരിക്കും അവിടെ ഒരു പില്ലറുണ്ട് കേട്ടോ. അതാണ് ശരിക്കും പണ്ടത്തെ പാലം. അപ്പോൾ എനിക്ക് ഇവരാണ്ട് എന്നോട് പറഞ്ഞ ശരിക്കും ഈ ഒരു പില്ലർ വരെ മൺസൂൺ ടൈമിൽ വെള്ളം പൊങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പുതിയ പാലം പഴയത് മാറ്റിയിട്ട്. ഇവിടെ കണ്ടില്ലേ ഫുള്ള് ടെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഡെക്കാത്തിൽ കൊണ്ടുണ്ടാ. ഒരു കീറിയിട്ട് മറ്റേ ഒട്ടിച്ച് വെച്ചേക്കണേ. ഇവിടെ അതിനേക്കാളും വലിയ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പുറത്ത്. എനിക്ക് 4-5 പേർക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല കുലുക്കൊണ്ടട്ടാ. ഞങ്ങളെ ഇപ്പോൾ നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടാ ഇവിടെ വിറച്ചിരിക്കണ. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? കാരണം ഇവർ 2 ദിവസം എക്സ്പീരിയൻസ് ചെയ്തിട്ടിരിക്കണേ. ഇന്നും കൂടെ കൂട്ടി 3-ാമത്തെ ദിവസം ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടിരിക്കണ. നമ്മുടെ ഫസ്റ്റ് ദിവസമാണ്. കാരണം ക്യാമറ എനിക്ക് മുക്കണമെന്നുണ്ട്. ഇതൊക്കെ പൊട്ടിയിരിക്കണോണ്ട് മുക്കാൻ പറ്റാതെ കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടാ. വെള്ളത്തിൽ മുങ്ങിയോണ്ടാണ്. പിന്നെ കാറ്റടിക്കുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരല്ല കേട്ടോ, സ്ത്രീകളും പുരുഷന്മാരും. ഞങ്ങൾ ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ മക്കളെ ഞങ്ങൾ മോനെ ഇതാണ് സ്ഥലം. എടി ഇങ്ങനെ ഒന്ന് മുക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ മുക്കാൻ ഒരു പേടിയായിട്ടാ മുക്കാം. ഞങ്ങളിപ്പോൾ കുറേ നേരം സിനിമ ചെയ്ത് അടിപൊളിയായിട്ടാ. ഭയങ്കര കിടിലൻ ലൊക്കേഷനാണ്. മേഘാലയയിലൊക്കെ നിങ്ങൾ വരാൻ നിൽക്കണമെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഷ്നോപ്പഡാങ് എന്നാണ്. ഷ്നോപ്പഡാങ് അങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വന്ന. അപ്പോൾ ഇവിടെ വന്നം. കാരണം ഇവിടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ അത് ദൗക്കിയുടെ പാർട്ട് തന്നെയാണ് ഇത് വന്നത്. ഇത് നമ്മൾ വന്നത് വെസ്റ്റ് ജയന്തി ഹിൽസിലാണ് വന്നത്. ഈ ഷ്നോപ്പഡാങ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ടെൻറ്റൊക്കെ ഇട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് തന്നെ ടെൻറ്റ് അടിക്കാം. ഇവിടെ പറഞ്ഞാൽ മതി ടെൻറ്റ് അടിക്കണാരും. പൈസയും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് കഴിച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിപ്പ് കറി ഇവിടെ ഞങ്ങൾ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? കാരണം നമ്മൾ ഇത്ര നേരം ഇവിടെ കുളിച്ച് സെറ്റായി ആ ഒരു തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ, അത് വേറൊരു ഫീലാണ്. ഇവിടേക്ക് ഇഷ്ടംമാതിരി ആളുകളുണ്ട്, പിള്ളേർ ഉൾപ്പെടെ ഉണ്ട്. ഹായ്
നാളെ അപ്പോൾ പിന്നെ ഇവിടേക്ക് ആൾക്കാർ കുളിക്കണ്ട കേട്ടോ. ഇവിടെ ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിപ്പ് കറി ചോറ് ഇത് സെറ്റാവണം. അപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ ഉണ്ട് നമ്മുടെ യാത്രാ ലൈഫ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ചോറും പരിപ്പ് കറി ഓടിപ്പോയാ. കാരണം നമ്മൾ ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ഇട്ടത്. ഇവിടെ ചോറുണ്ടല്ലേ, ചട്ടിയിൽ ചോറുണ്ടാക്കി. അങ്ങനെ നമ്മള് ചോറും പരിപ്പ് കറി കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നമ്മളുണ്ടാക്കി നിങ്ങൾ കഴിച്ചില്ലല്ലോ. അതാ അത് കേട്ടാ ചേട്ടാ. അപ്പൊ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാം. അടിപൊളിയാണ് ഇവിടെ. നിങ്ങൾ നോക്കി കണ്ടില്ല, നല്ല തെളിഞ്ഞ വെള്ളം. ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്ന എന്താ പുള്ളി ഞാൻ വെച്ച് ഹായ് കാണിക്കുന്നു. അപ്പുറത്തെ ആൾക്കാർ നീന്തലൊക്കെ പഠിക്കാണ്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവരിപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ കുറേ പേര് കയാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ ആളുകൾ ഇതേപോലെ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ബോട്ടിനാട്ട് കൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്നോപ്ഡാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഈ ബോട്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സ്നോപ്ഡാങ്ങിൽ വന്നിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് നോക്കിയേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടെ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച നോക്കിയേ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആൾക്കാർ അങ്ങാടി ഇങ്ങാടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ക്യാമ്പ് സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്, ബോട്ടിലൊക്കെ ഇന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഇതൊക്കെ. പിന്നെ അവിടെ കുറേ പേര് ചാടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കുളിച്ചത്, നമുക്ക് വേണമെങ്കിൽ അങ്ങാടേക്ക് പോയി ചാടാറുണ്ട്. നമ്മളത് ആദ്യം കണ്ടില്ല കേട്ടാ. വെള്ളത്തിൽ നമുക്ക് ശരിക്കും അടി നന്നായിട്ട് കാണട്ടെ. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. എനിക്ക് ബോട്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ റേറ്റ് കുറച്ച് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ചെയ്യും. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്താണ്. എന്നാലും ഒരെണ്ണം കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേളിലൊക്കെ ആ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. കാരണം ഇവിടെ നോക്കിയേ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ആ ഒരു ലുക്ക് നോക്കിയപ്പോൾ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടാ. ഇവിടെ എനിക്കൊന്ന് ക്യാമ്പ് ചെയ്യണതിന് എത്ര പൈസ ഉണ്ട്, പക്ഷേ നമ്മൾ കൊടുത്തില്ല കേട്ടോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ അങ്ങനെ പൈസ ഒന്നും ആയില്ല. സെറ്റാണ്ടാ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഇട്ടുണ്ട്. ഒരു പുറകിലുണ്ട് കേട്ടാ. ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ പോകാനെല്ലാം പ്ലാൻ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ബോട്ടിങ് ഉണ്ട് കേട്ടോ. ഹായ് ഹായ് ഹായ്. നിങ്ങളെ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാലമില്ല, ആ ഒരു ബ്രിഡ്ജിൽ കയറി നിന്നിട്ടുള്ള കാഴ്ച ഉണ്ടാകും. ശരിക്കും നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും കുറച്ച് എടുത്തില്ല. കുറച്ച് അങ്ങാടി ഇങ്ങാടൊക്കെ ഇട്ട് കുറച്ച് ഓട്ടോ ഓർന്ന്. അപ്പോൾ ഇതുള്ള നമ്മൾ നിൽക്കുന്ന ക്യാമ്പ് സൈറ്റാണ് ഈ കാണുക. അടിയിൽ ക്യാമ്പ് ഫയർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംമാതിരി ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല നൈറ്റ് വ്യൂ ആണ്. എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ. ഞങ്ങളത് എങ്ങനെ ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ വാക്ക് ചെയ്യുന്നത് നടക്കണമായിരുന്നു. ഇംഗ്ലീഷ് ഒന്നും അല്ലാട്ടോ, ഭയങ്കര ഒരു ഇതിൽ പറഞ്ഞു പോയതാ, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. അടിപൊളിയാണ്ടാ. ക്യാമ്പ് ഫയറൊക്കെ അടി സെറ്റ് ചെയ്തത് എനിക്കൊന്ന് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ക്യാമ്പ് ഫയറൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടപടിയായില്ല. കൊള്ളിയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടാ. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഉണ്ടല്ലേ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ്. അവരവരുടെ ടെൻറ്റിൽ ഇപ്പുറത്ത് തന്നെ കേട്ടോ. അപ്പോൾ അവർ കിടന്നുറങ്ങി, ഞാനും കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. എന്തായാലും അടുത്തൊരു കീഴിലും വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ സ്നോപ്ഡാങ്ങിലാണുള്ളത്. ശരിക്കും ഇന്ന് ഇവിടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട്, പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലെന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്ത് വർത്താനം പറഞ്ഞ് ജസ്റ്റ് അങ്ങാടിങ്ങടൊക്കെ പോയി. ഇപ്പോൾ ഒരു വണ്ടിക്കാർ വന്നൊഴിക്ക് പഞ്ചറായി, അവരുടെ ഒപ്പം പഞ്ചർ ഒട്ടിക്കാൻ വേറൊരു വണ്ടി വിളിച്ച് അവരുടെ ഒപ്പം പോയി. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇരുട്ടായി പോയി, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സ്നോപ്ഡാങ് അടിപൊളി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ദൗക്കിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ സ്നോപ്ഡാങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇവിടെ അടിപൊളി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദൗക്കിനേക്കാളും മനോഹരമാണ്. നമുക്ക് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു കിട്ടിയ വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.